എല്ലാവർക്കും ചാരുമടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബീഫ് വിന്താലു ആണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് നമ്മുടെ പപ്പൂസാണ്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പൂസിനെ കുറിച്ച്. പുള്ളി നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ പുള്ളിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് വിന്താലു ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പപ്പൂസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്, ഈ പ്രത്യേകമായിട്ടുള്ള ബീഫ് വിന്താലു. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ തുടങ്ങിയാലോ. നമ്മളിന്നൊരു ബീഫ് വിന്താലു ആണ് ഉണ്ടാക്കണം. അപ്പോൾ ബീഫ് വിന്താലു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പപ്പൂസിനെ കുറിച്ച്. അപ്പോൾ പപ്പൂസാണ് നമുക്കിന്ന് ബീഫ് വിന്താലു ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പപ്പൂസേ, എന്താണ് ബീഫ് വിന്താലുവിന്റെ പ്രത്യേകത എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരും. ബീഫ് വിന്താലുവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കേടുകൂടാതിരിക്കും. അതായത് സാധാരണ നമ്മൾ കാച്ചി വയ്ക്കുന്ന പാല് തേങ്ങാപ്പാലോ ഒരു കറി വയ്ക്കുന്ന തേങ്ങാപ്പാലോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഒന്നും ചേരാത്തൊരു കറിയാണ്. അതുകൊണ്ട് ഇത് കേടുകൂടാതെ നമുക്ക് യാത്രകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ കഷ്ണങ്ങൾ സൈസ് എന്ന് പറഞ്ഞാൽ സ്ലൈസ് ചെയ്തത് ഇതേപോലുള്ള കഷ്ണങ്ങളാണ്, കനം കുറഞ്ഞ് ഇതേപോലുള്ള കഷ്ണങ്ങളാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇത് ഒന്നും വെള്ളം ചേർക്കാതെയാണ് വേവിക്കുന്നത്. അതുകൊണ്ട് മയത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ സാധാരണ ഇറച്ചിന്റെ ഒരു പീസ് അല്ല ഇതിന് കറി വെക്കുന്ന. ഇത് കുറച്ച് കനം കുറച്ച് അരിയണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല ഈ സാധനം വേവിക്കുന്നത്. അതിൻ്റെ അപ്പോൾ തന്നെ കുറച്ച് കനം കുറച്ച് അരിഞ്ഞാൽ അല്ലെങ്കിൽ മയത്തിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു പീസിൽ അല്ലേ, സ്ലൈസ് ചെറിയ സ്ലൈസുകളാണ് അല്ലാതെ ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് അല്ലേ? ചെറിയുള്ളിയാണ് അത്, സവാള അല്ല. അതിങ്ങനെ കനം കുറഞ്ഞെടുക്കുക അല്ലെങ്കിൽ മിക്സി കിട്ടുന്ന ചതച്ചെടുക്കും. നമ്മൾ കനം കുറഞ്ഞ അരിയാണ്. 1 കിലോ ഇറച്ചിക്ക് 200 ഗ്രാം 250 ഗ്രാം ഉള്ളി ചേർക്കും. അപ്പൊ നമുക്ക് ഇനി കുറച്ച് മസാലകളൊക്കെ അരച്ചെടുക്കണം അല്ലേ? ചേർക്കേണ്ട മസാലകളാണ്. അപ്പൊ എന്തൊക്കെയാണ് മസാലകൾ? 1 കിലോ ഇറച്ചിക്കുള്ളതാണ്. ഒരു 10 ഗ്രാമ്പൂ. അത് നമ്മൾ ജാറിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ്. അതുപോലെ ഒരു 10 ഏലക്കായി. അതുപോലെ ഒരു എന്താ പറയുക, ഒരു 2 ഇഞ്ച് സ്ക്വയർ കറുവപ്പട്ട. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം. പിന്നെ സാധാരണ ചേർക്കും പോലെയല്ല, നമുക്കിത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ്. അതുകൊണ്ട് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. 1 കിലോ ഇറച്ചിക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇച്ചിരി ചുവപ്പ് കളറുള്ള കറിയാണിത്. കാശ്മീരി ചില്ലിയാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കടുക്, പച്ചക്കടുക്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ സാധനം അല്ലേ? ഇതാണ് പച്ചക്കടുക്. അത് എത്രയുണ്ട്? അതിൽ 1.5 ടീസ്പൂൺ. 2.5 ടീസ്പൂൺ വിനാഗിരി അല്ലേ? 2.5 ടീസ്പൂൺ വിനാഗിരി. ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ലത് മൺചട്ടിയാണ്. എൻ്റെ അടുത്ത് മൺചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ പാൻ വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് ചെറിയുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇടുക. നന്നായിട്ട് മൂത്തതിന് ശേഷം ബാക്കി ഇടുന്നത്. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. അപ്പോൾ നല്ല ബ്രൗൺ കളറാണ്. ഉള്ളി നല്ല ബ്രൗൺ കളറാണ്. ഇപ്പോൾ വഴണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കുറച്ച് നീളത്തിൽ അരിഞ്ഞു. അപ്പോൾ ഇത് എത്ര ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു? ഇഞ്ചി ഒരു 50 ഗ്രാം. 50 ഗ്രാം ഇഞ്ചി അല്ലേ? ഒരു നീളത്തിലരിയാണ്. നല്ല നീളത്തിൽ. ഇഞ്ചി ഒന്ന് കടിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതുകൊണ്ട് അത് പേസ്റ്റ് ആക്കരുത്. അതുപോലെ വെളുത്തുള്ളി കുറച്ച്, വെളുത്തുള്ളി ഒരു വടം വെളുത്തുള്ളി, അതും ചതക്കൊന്നും വേണം. ഇതിപ്പോ ഹൈ ഫ്ലെയിമിലല്ലേ? ഹൈ ഫ്ലെയിം. നല്ലോണം ബ്രൗൺ കളറാവണം ഉള്ളി. ചെറിയ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാൻ പോകുകയാണ്. അല്ലാതെ നമ്മൾ ഇതാവണ്ട, നമുക്ക് ചെറുത് വളരെ നന്നായിട്ട് നമ്മൾ പച്ചമണം മാറുന്നത്. നമ്മൾ നേരത്തെ അരച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം, വിനാഗിരി പോരാതെ വന്നാൽ കുറച്ച് വെള്ളം വിനാഗിരി ഒഴിച്ചു കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചു.
ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം അല്ലേ? ആ പച്ചമണം ഒന്ന് മാറ്റിക്കുക. ഇപ്പോൾ ബീഫ് ഇട്ടെടുക്കാനായോ? ആ ബീഫ് നമ്മൾ കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ടെടുക്കാം അല്ലേ? ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കില്ല അല്ലേ? വെള്ളം ഒഴിക്കില്ല, മൂടി വെച്ചിരിക്കും അല്ലേ? അപ്പൊ ആ ജാറ് കഴുകി വെള്ളം കൂടെ അത് മാത്രം കളയില്ല. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മള് കുക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമില്. ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അല്ലേ? എന്നിട്ട് വേണം മൂടി വെച്ച് വേവിക്കാൻ. അപ്പൊ എത്ര നേരം മൂടി വെച്ച് വേവിക്കേണ്ടി വരും? ഒരുപാട് ഗ്രേവി ഉള്ള കറിയല്ല. നമ്മുടെ ഈ വിന്താലു എന്തിനൊക്കെ ഉപയോഗിക്കാം? ചോറിന്റെ കൂടെയാ? ചോറിന്റെ കൂടെയാണ് നല്ലത്. ചോറ് എന്തിന്റെ കൂടെ ഉപയോഗിക്കാവുന്ന കറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോലും കേടുകൂടാതിരിക്കുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് കൂടുതൽ. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലേ? ഇളക്കിയിട്ട് കൊടുക്കണം. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ വെള്ളത്തിൽ തന്നെ വേണം, നല്ലോണം മൂടി വെച്ച്. അപ്പോൾ നമ്മുടെ പപ്പൂസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. അതിൻ്റെ അത് ആ പ്രത്യേകമായിട്ടുള്ള മസാല ഇടല്ലോ, അതാണ് നമ്മുടെ ബീഫ് വിന്താലുവിന്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കിടില ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഒരിക്കലും അത് ചെയ്ത് നോക്കാതെ പോകരുത്, നഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലത്തെ പുതിയ ഡിഷുകളുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.